blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സാമ്പത്തിക സഹാരികൾ എന്നുള്ള 3 പേർ കൂടി ചേർന്നിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ സഹാരികളായിട്ട് മാറിയിട്ടുള്ളത്. ആദ്യമേ തന്നെ വട്ടപ്പാറയിൽ നിന്നുള്ള ലൂസി ജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ലൂസി ജോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്വന്തമായ ഒരു പ്രോപ്പർട്ടി ഉണ്ടാകുവാൻ, അപ്പോൾ തന്നെ ഒരു ഭവനം ഉണ്ടാകുവാനായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കൊട്ടാരക്കരയിൽ നിന്ന് കർത്താവെ, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, മെഡിസിൻ അഡ്മിഷൻ ലഭിക്കുവാനായി കർത്താവെ, അതിനുള്ള വഴികളും വാതിലുകളും അങ്ങ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, മുംബൈയിൽ നിന്ന് കർത്താവെ ശ്രീനിവാസൻ കുടുംബത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ ഒക്ടോബർ 2 ആയിരുന്നല്ലോ. അദ്ദേഹത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാ അനുഗ്രഹങ്ങൾ കൊടുക്കണമേ, രോഗങ്ങളിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ അങ്ങ് നൽകണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ 3 വ്യക്തികളെയും കുടുംബങ്ങളെയും ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ഈ 3 കുടുംബങ്ങളോടുമുള്ള പ്രത്യേകമായ നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മലപ്പുറം ഒക്ടോബർ 21 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മുനിസിപ്പൽ ടൗൺ ഹാൾ, കുന്നമ്മേൽ, മലപ്പുറം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സുൽത്താൻ ബത്തേരി ഒക്ടോബർ 22 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മുനിസിപ്പൽ ടൗൺ ഹാൾ, സുൽത്താൻ ബത്തേരി. I just want to read a few verses to you. നിങ്ങൾക്ക് വേണ്ടി ചില വാക്യങ്ങൾ വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. This is from Jeremiah chapter number 29. ഇത് യെരമ്യാവിന്റെ പുസ്തകം അതിന്റെ 29ാമത്തെ വാക്യം. Jeremiah 29. യെരമ്യാവിന്റെ പുസ്തകം 29 verses 10 onwards. അതിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ. I am talking about God has great plans for you. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ദൈവത്തിന് നിങ്ങളെപ്പറ്റി വലിയ പദ്ധതികളുണ്ട്. Maybe we don't have that kind of a plan for our future, but God has very good plans for our future. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ജീവിതത്തെ പറ്റി വലിയ പദ്ധതികളോ പ്ലാനുകളോ ഒന്നും ഉണ്ടായിരിക്കില്ല, പക്ഷേ യേശുവിന്, ദൈവത്തിന് നമ്മളെപ്പറ്റി വലിയ പദ്ധതികളുണ്ട്. Jeremiah chapter 29 and verse number 10. യെരമ്യാവിന്റെ പുസ്തകം 29ാം അധ്യായം അതിന്റെ 10ാമത്തെ വാക്യം. This is what the Lord says: when 70 years are completed for Babylon, I will come to you and fulfill my good promise to bring you back to this place. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ബാബേലിൽ 70 സംവത്സരം തികഞ്ഞ ശേഷം ഞാൻ നിങ്ങളെ സന്ദർശിക്കുകയും നിങ്ങളെ ഈ സ്ഥലത്തേക്ക് തിരിച്ചു വരുത്തുമെന്നുള്ള എൻ്റെ വചനം നിറവേറ്റുകയും ചെയ്യും. Verse number 11, for I know the plans I have for you, declares the Lord, plans to prosper you and not to harm you, plans to give you hope and a future. 11ാമത്തെ വാക്യം, എന്തെന്നാൽ നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ലക്ഷ്യങ്ങൾ എനിക്കറിയാം, നിങ്ങൾക്ക് തിന്മക്കായിട്ടല്ല, മറിച്ച് നിങ്ങൾക്കൊരു ഭാവിയും ഒരു പ്രത്യാശയും നൽകുവാൻ തക്കവണ്ണം നന്മയ്ക്കായിട്ടുള്ള ലക്ഷ്യങ്ങളാണ് അവ. All of us, we have some plan or other about our future. നമുക്കെല്ലാവർക്കും നമ്മുടെ ഭാവിയെപ്പറ്റി ഒന്നല്ലെങ്കിൽ മറ്റൊരു പദ്ധതി, പ്ലാനുകളുണ്ട്. We have plans about our children's future. നമ്മുടെ കുട്ടികളെ പറ്റി പല പദ്ധതികളും നമ്മുടെ മനസ്സിലുണ്ട്. But God says, എന്നാൽ ദൈവം പറയും, listen to me. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക. God says, son, daughter, I have better plans for you. ദൈവം പറയുകയാണ്, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക, എൻ്റെ മകനെ, മകളെ, നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും നല്ല പദ്ധതികൾ എൻ്റെ പക്കലുണ്ട്. We are all limited in planning. നമ്മൾ പദ്ധതികൾ ചെയ്യുന്നതിൽ, പ്ലാൻ ചെയ്യുന്നതിൽ വളരെയധികം നമുക്ക് പരിമിതികളുണ്ട്. But God is unlimited in planning. എന്നാൽ ദൈവത്തിന് പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നതിൽ അവന് അതിനകത്ത് പരിമിതികളില്ല. God planned the universe. ദൈവമാണ് ഈ പ്രപഞ്ചത്തെ പ്ലാൻ ചെയ്തത്. God planned the eternity. ദൈവമാണ് നിത്യത പ്ലാൻ ചെയ്തത്. God planned human race. ദൈവമാണ് മാനവരാശിയുടെ കാര്യം പ്ലാൻ ചെയ്തത്. God planned the histories. ദൈവമാണ് ചരിത്രത്തെ പ്ലാൻ ചെയ്തത്. God planned everything.
ദൈവം എല്ലാം പദ്ധതിയിട്ടവനാണ്. And God has a plan for every single individual. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി വ്യക്തിപരമായി ദൈവത്തിന് പദ്ധതികളുണ്ട്. These are the very words of God. He says, "For I know the plans I have for you, declares the Lord, plans to prosper you and not to harm you, plans to give you hope and a future." എന്തെന്നാൽ നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ലക്ഷ്യങ്ങൾ എനിക്കറിയാം, നിങ്ങൾക്ക് തിന്മയ്ക്കായിട്ടല്ല, മറിച്ച് നിങ്ങൾക്കൊരു ഭാവിയും ഒരു പ്രത്യാശയും നൽകുവാൻ തക്കവണ്ണം നന്മയ്ക്കായിട്ടുള്ള ലക്ഷ്യങ്ങളാണ്. God has no bad intentions about your life. ദൈവത്തിന് നമ്മളെപ്പറ്റി മോശമായ ഒരു ഉദ്ദേശവും ദൈവത്തിനില്ല. Then verse number 12 says, "Then you will call on me and come and pray to me, and I will listen to you." 12ാമത്തെ വാക്യം, അന്ന് നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ അടുക്കൽ വന്ന് എന്നോട് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും You will seek me and find me when you seek me with all your heart. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. I'll be fond of you, declares the Lord, and will bring you back from captivity. I will gather you from all the nations and places where I have banished you, declares the Lord, and will bring you back to the place from which I carried you into exile. നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കും, ഞാൻ നിങ്ങളുടെ പ്രവാസം മാറ്റും, നിങ്ങളെ എല്ലാ ദേശങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ ചിതറിച്ചു കളഞ്ഞിട്ടുള്ള സകല സ്ഥലത്തു നിന്നും ശേഖരിച്ച് എവിടെ നിന്ന് നിങ്ങളെ ബന്ധരാക്കി കൊണ്ടുപോയോ ആ സ്ഥലത്തേക്ക് തിരികെ വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട്. How many of you believe that God is your father? നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളുടെ പിതാവാണെന്ന്? So many people consider God as the Almighty God, the creator of the universe, etc., etc. They are all right. But what about your personal relationship with this God? ഒത്തിരി ആളുകളും ദൈവത്തെ പറ്റി ചിന്തിക്കുന്നത് സർവശക്തനാണ്, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ്, അങ്ങനെ വലിയ കാര്യങ്ങൾ ദൈവത്തെ പറ്റി ചിന്തിക്കുകയാണ്. എന്നാൽ നിങ്ങളും ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ദൈവത്തെ പറ്റി എന്താണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത്? Jesus said, "Consider God as your own father." യേശു കർത്താവ് പറഞ്ഞു, ദൈവത്തെ നിങ്ങളുടെ സ്വന്തം പിതാവിനെ പോലെ നിങ്ങൾ കരുതേണ്ടതാണ്. When you salute God, when you address God, address him as your heavenly father. നിങ്ങൾ ദൈവത്തെ വിളിക്കുമ്പോൾ, ദൈവത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ദൈവത്തെ നിങ്ങൾ വിളിക്കേണ്ടത് സ്വർഗത്തിലെ പിതാവ്, എൻ്റെ പിതാവ് എന്നുള്ള രീതിയിലാണ് I know വിളിക്കേണ്ടത്. there are many fathers sitting here. എനിക്കറിയാം ഇവിടെ പല പിതാക്കന്മാരും ഇവിടെയുണ്ട്. You are called fathers because you are children. നിങ്ങളെ പിതാക്കന്മാരെന്ന് വിളിക്കുന്നത് നിങ്ങൾക്ക് മക്കളുള്ളത് കൊണ്ടാണ്. I am also a father. ഞാനും പിതാവാണ്. Hallelujah. So fatherhood is coming from God. ഈ പിതൃത്വം എന്ന് പറയുന്നത് അത് ദൈവത്തിൽ നിന്നാണ് വരുന്നത്. Just like we see the earthly father, we should see the heavenly father. He's not seen, but he is a reality in our lives. നമ്മുടെ ഈ ലോകത്തിലെ ഭൗതികമായ നമ്മുടെ ലോകത്തിലെ പിതാവിനെ നമ്മൾ കാണുന്നത് പോലെ തന്നെ നമ്മുടെ സ്വർഗത്തിലെ പിതാവിനെ നമ്മൾ അതുപോലെ തന്നെ നോക്കി കാണേണ്ടതാണ്. As human parents, we are responsible for our children. നമ്മൾ ഈ ഭൂമിയിലെ മാനുഷികമായ പിതാക്കന്മാരായതുകൊണ്ട് നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കി നടത്തേണ്ട ഉത്തരവാദിത്വം നമ്മുടെ മേലാണ്. And as heavenly father, he is responsible for all our lives. സ്വർഗത്തിലെ പിതാവ് നമ്മുടെ എല്ലാവരുടെയും പിതാവായിരിക്കുന്നത് കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങൾ നിവർത്തിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം സ്വർഗത്തിലെ പിതാവിനാണ്. That's why Jesus said in Matthew chapter 6, അതുകൊണ്ടാണ് ഈ യേശു കർത്താവ് മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നത്, even before you pray all these things, even before you worry about all the needs of this life, the heavenly father knows that you need them. നിങ്ങൾ ഈ പ്രശ്നങ്ങളെ പറ്റി അറിയുന്നതിന് മുൻപ്, അതിനെക്കുറിച്ച് വിചാരപ്പെടുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് ഇത് ആവശ്യമെന്ന് സ്വർഗത്തിലെ നിങ്ങളുടെ പിതാവ് അറിയുകയാണ്. If you're worried about your sicknesses, നിങ്ങളുടെ രോഗത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഒത്തിരി വ്യാകുലപ്പെടുകയാണെങ്കിൽ, the heavenly father says, I know that you are sick. സ്വർഗത്തിലെ പിതാവ് പറയാണ്, നിങ്ങൾ രോഗികളായിരിക്കുന്ന വിവരം എനിക്കറിയാം. If you're worried about your homeless situation, നിങ്ങൾക്ക് വീടില്ലാത്ത അവസ്ഥയെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, Jesus says, your heavenly father knows that you don't have a house.
നിങ്ങളുടെ സ്വർഗത്തിലെ പിതാവ് നിങ്ങൾക്ക് വീടില്ല എന്നുള്ളൊരു കാര്യം അറിയാമെന്ന് യേശു കർത്താവ് പറയുകയാണ്. You are of marriageable age and still you are not married. You are worried about your future. The Heavenly Father says, I know that you are of marriageable age and I have good plans for you. നിങ്ങളുടെ വിവാഹ പ്രായം കഴിഞ്ഞ് ഇതുവരെയും വിവാഹം നിങ്ങളുടെ ആയിട്ടില്ലെങ്കിൽ സ്വർഗത്തിലെ പിതാവ് പറയുകയാണ്, എനിക്ക് നിങ്ങളെപ്പറ്റി, നിങ്ങളുടെ വിവാഹം കഴിയാത്ത അവസ്ഥയെപ്പറ്റി എനിക്കറിയാം. നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഏറ്റവും നല്ലത് ഞാൻ കരുതി വെച്ചിരിക്കുകയാണ്. If you are a childless husband or wife, a couple, Jesus says, my Heavenly Father knows that you are childless and He has good plans for you. നിങ്ങൾ മക്കളില്ലാത്ത ഒരു ഭാര്യ, ഭർത്താവോ, ദമ്പതിമാരോ ആയിരിക്കാം. ദൈവം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളിൽ നിന്നുള്ള വിവരം ദൈവത്തിന് അറിയാം. ദൈവം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തന്ന് അനുഗ്രഹിക്കാം. If you are in debts, financial problems, the Heavenly Father says, I know that you are in problem, financial problem. I have good plans for you. നിങ്ങൾ സാമ്പത്തികമായി വളരെ ഞെരുക്കത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ സ്വർഗത്തിലെ പിതാവ് പറയുകയാണ്, നിങ്ങൾ ആ കടന്നു പോകുന്ന പ്രശ്നത്തെപ്പറ്റി എനിക്കറിയാം. നിങ്ങളെ സാമ്പത്തികമായി അനുഗ്രഹത്തിലേക്ക് നടത്തുവാനുള്ള പദ്ധതികൾ എൻ്റെ പക്കലുണ്ട്. There are some parents sitting here. The Holy Spirit tells me that you are worried about your children. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഇവിടെ ചില മാതാപിതാക്കളുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മക്കളെക്കുറിച്ച് ഓർത്ത് ഒത്തിരി ഭാരപ്പെടുകയാണ്. But the Heavenly Father says, I know that you're worried about your children. I have good plans for them and for you. സ്വർഗത്തിലെ പിതാവ് പറയുകയാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പറ്റി ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുന്നു എന്നുള്ളത് എനിക്കറിയാം. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പറ്റി ഒത്തിരി നല്ല പദ്ധതികൾ എൻ്റെ പക്കലുണ്ട്. Matthew 24:35 says, the heaven and earth will pass away, but my word will never pass away. മത്തായി സുവിശേഷം 24:35 പറഞ്ഞു, ഈ ആകാശവും ഭൂമിയും എല്ലാം മാറിപ്പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. And that word says God has great plans for your life. ആ വചനങ്ങൾ തന്നെ പറയുകയാണ്, ദൈവത്തിന് നിങ്ങളുടെ ഭാവിയെ പറ്റി വളരെ നല്ല പദ്ധതികളുണ്ട്. That means we can count on our God, we can count on His word, because they will never pass away. And it says, the universal truth says that God has great plans for our lives. ആ മാറ്റമില്ലാത്ത വചനം പറയുകയാണ്, നിങ്ങൾക്ക് അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുവാൻ കഴിയും, ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിക്കാൻ കഴിയും. കാരണം ഏറ്റവും വലിയ പ്രാപഞ്ചികമായ സത്യമാണ്, ദൈവത്തിൻ്റെ വാക്കുകൾക്ക് അത് മാറ്റമില്ല. Right now in my spirit I see that many of you sitting here, when you are sitting here, there is a huge bundle of burden on your shoulder. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നു, ഇവിടെ ഇരിക്കുന്ന പല ആളുകളും നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മേലിൽ വലിയൊരു ഭാരത്തിൻ്റെ കെട്ട്, വലിയൊരു ഭാരം നിങ്ങളുടെ ചുമലിൽ ഇരിക്കുകയാണ്. So you are walking like this. Physically you may be standing right, walking right, but your life is bent over because there is a huge burden of life. നിങ്ങൾ നടക്കുമ്പോൾ ശരീരം വളയുന്നില്ലെങ്കിലും നിങ്ങളുടെ ജീവിതം കുനിഞ്ഞാണ് നിങ്ങൾ നടക്കുന്നത്. But the Holy Spirit says, പരിശുദ്ധാത്മാവ് പറയുന്നു, I am the burden carrier. ഞാനാണ് നിങ്ങളുടെ ഭാരങ്ങളെ Jesus വഹിക്കുന്നത്. says, I am the burden carrier. യേശു കർത്താവ് പറയും, ഞാനാണ് നിങ്ങളുടെ ഭാരങ്ങളെ You വഹിക്കുന്നത്. don't need to carry the burdens. നിങ്ങളുടെ ഭാരങ്ങൾ വഹിക്കേണ്ടുന്ന യാതൊരു കാര്യവുമില്ല. There is a mighty man, mighty person who can carry all the burdens of all of us. നമ്മുടെ എല്ലാവരെയും ഭാരങ്ങളെ വഹിക്കുവാൻ കഴിവുള്ള ശക്തിയുള്ള ഒരു വ്യക്തിയുണ്ട്. How many of you are ready to hand over all the burdens to this burden carrier? നിങ്ങൾ എത്ര പേർ ഈ ഭാരങ്ങളെ ചുമക്കുന്ന യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ സകല ഭാരങ്ങളും ഇട്ടുകൊള്ളുവാൻ എത്ര പേർ തയ്യാറായിട്ടുണ്ട്? Relieve yourselves from all the burdens. നിങ്ങളുടെ ഭാരങ്ങളിൽ നിന്ന് മുഴുവൻ നിങ്ങളെ മുക്തരാക്കുവാൻ വേണ്ടി യേശുവിന് കഴിവുണ്ട്. Hallelujah. ഹല്ലേലൂയ. Let all the burdens go to Jesus. നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും യേശുവിലേക്ക് പോകട്ടെ. Hallelujah. ഹല്ലേലൂയ. Why? Because He has great plans for your life. കാരണം ദൈവത്തിന് നിങ്ങളെ പറ്റി വലിയ പദ്ധതികളുണ്ട്. God designed your life. God planned out your life. ദൈവം നിങ്ങളുടെ ജീവിതത്തിന് രൂപകൽപ്പന നൽകിയിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തെ ദൈവം അത് പദ്ധതിയിട്ടിരിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. So may I request all of you to stand now? നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുവാൻ വേണ്ടി ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് And പറയാം. as we stand,
നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ we are going to put our trust on Jesus. നമ്മുടെ എല്ലാ ആശ്രയവും യേശുവിന്റെ മേൽ നമ്മൾ വെക്കാൻ പോവുകയാണ്. I request all of you to close your eyes tightly. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കണ്ണുകൾ അത് അടച്ചുകൊണ്ട് നിന്നാലും Please don't open your eyes. നിങ്ങളുടെ കണ്ണുകൾ ഇനിയുള്ള സമയങ്ങളിൽ നിങ്ങൾ തുറക്കരുത്. And with the inner eyes, look at Jesus. നിങ്ങളുടെ അകത്തെ കണ്ണുകൾ കൊണ്ട് യേശുവിനെ നിങ്ങൾക്ക് നോക്കുവാൻ He is the കഴിയും. Lamb of God who took away all the burdens and all the pains and all the sicknesses and all the sins of this world. യേശു കർത്താവ് ഈ ലോകത്തിന്റെ സകല പാപങ്ങളും ഭാരങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ചുമന്നു കൊണ്ടുപോകുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാകുന്നു. As you stand there, eyes tightly closed, just open your eyes and look at the beautiful face of Jesus. The Bible says those who look at him were radiant. നിങ്ങളുടെ കണ്ണുകൾ ഈ സമയത്ത് ശരിക്കും അടച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, നിങ്ങളുടെ അകത്തെ കണ്ണുകൾ കൊണ്ട് യേശുവിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുകയാണ്, അവങ്കിലേക്ക് നോക്കിയവർ, ദൈവത്തിങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി തീർന്നു, അവരുടെ മുഖമോ ഒരിക്കലും ലജ്ജിച്ചു പോയിട്ടില്ല. And as you look at Jesus, just talk to him. നിങ്ങൾ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ അവനോട് സംസാരിക്കുവാൻ തുടങ്ങിയാലും, Hand over all the burdens to the Lord. നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും യേശുവിന് കൈമാറുവാൻ തുടങ്ങിയാലും, Thank you, Jesus. He's taking away all the burdens from your life. യേശു കർത്താവ് നിങ്ങളുടെ ഹൃദയ ജീവിതത്തിലെ എല്ലാ ഭാരങ്ങളെയും എടുത്തു And മാറ്റുകയാണ്. he's giving you an assurance that he has already planned out everything for your future. അത് മാത്രമല്ല, നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് ഒരു ഉറപ്പ് നൽകുകയാണ്. നിങ്ങളുടെ ഭാവിയെ പറ്റിയുള്ള സകലതും അവിടുന്ന് പദ്ധതിയിട്ട് മുന്നമേ പദ്ധതിയിട്ട് വെച്ചിരിക്കുകയാണ്. Jesus says, I have undertaken your life and your future. യേശു കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ ഭാവിയെ ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. Never go away from Jesus. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും യേശുവിൽ നിന്ന് ഓടിപ്പോകരുത്. Jesus says, son, daughter, come to me and I am going to give you peace and joy. യേശു കർത്താവ് പറയുകയാണ്, നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകാൻ പോവുകയാണ്. I have great plans for you, plans to prosper you, not to harm you at all. നിങ്ങൾക്ക് വേണ്ടി വലിയ പദ്ധതികളുണ്ട്. അത് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. ചോലിടുമ്പോൾ താൻ കേൾക്കും, നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം, എല്ലാം യേശുവോട് ചേർന്നു ചോലിടായകം. ചേർന്ന് പാടാം, എന്ത് നല്ലൊരു സഖി യേശു, എന്തു നല്ലൊരു സഖി യേശു, പാപ ദുഃഖം വഹിക്കും, ദുഃഖം വഹിക്കും, എല്ലാം യേശുവോട് ചേർന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും, നോമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം, എല്ലാം യേശുവോട് ചേർന്നു ചൊല്ലിടായ നിമിത്തം.
ഒരിക്കൽ കൂടെ കൈകൾ ഉയർത്തി എന്ത് നല്ലൊരു സഖി, എന്തു നല്ലോ സഖി യേശു, പാപദുഃഖം വഹിക്കും, എല്ലാം യേശുവോടു ചേർന്നു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മലപ്പുറം ഒക്ടോബർ 21 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മുനിസിപ്പൽ ടൗൺ ഹാൾ, കുന്നുമ്മേൽ, മലപ്പുറം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സുൽത്താൻ ബത്തേരി ഒക്ടോബർ 22 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മുനിസിപ്പൽ ടൗൺ ഹാൾ, സുൽത്താൻ ബത്തേരി. സഹോദരിയുടെ പേര് സിൽജ. 2010 ഈ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞത്. വിവാഹത്തിന് ശേഷം 3 വർഷങ്ങൾ ഇവർക്ക് കുട്ടികളില്ലായിരുന്നു. ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെന്ന് ചെക്ക് ചെയ്തപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ കുഴപ്പങ്ങളൊന്നും കണ്ടില്ല. പക്ഷേ 3 വർഷം ഇവർ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പക്ഷേ 3 വർഷങ്ങളായിട്ട് അങ്ങനെ ആ കുട്ടികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. ഇവർ പറയുന്നത് 2013 ഇതേ ഹോളിൽ ഇവിടെ ബാംഗ്ലൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ ഇവർ ഭാര്യയും ഭർത്താവും 2 പേരും വന്നിട്ട് ബ്രദറിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് പ്രാർത്ഥിച്ചു. 2013 രണ്ടുപേരും ഉണ്ടായിരുന്നു. ബ്രദറിൻ്റെ അടുത്ത് വന്ന് കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട് വന്ന് പ്രാർത്ഥിച്ചു. ഇവർ പറയുന്നത് അതിനുശേഷം 2ാമത്തെ മാസം ഈ സഹോദരി പ്രഗ്നൻ്റ് ആയി. 2ാമത്തെ മാസം പ്രഗ്നൻ്റ് ആയി. ഇപ്പം മകനുണ്ടായി. ഇപ്പോൾ ഏകദേശം 2 വയസ്സ് മകന് പ്രായമുണ്ട്. വളരെ നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കൊടുത്തു. അത് മാത്രമല്ല ജനിച്ച് 2ാമത്തെ ദിവസം കുഞ്ഞിന് പെട്ടെന്ന് ബ്രീത്തിങ് ട്രബിൾ വന്നിട്ട് പെട്ടെന്ന് കുഞ്ഞിനെ NICUയിലേക്ക് കൊണ്ടുപോകേണ്ട വന്നു. പക്ഷെ അവർ ഉടനെ നമ്മുടെ കോൾ സെൻറ്ററിൽ വിളിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷേ ഇവർ പറയുന്നത് കൊണ്ടുപോയി വളരെ വേഗത്തിൽ തന്നെ കുഞ്ഞിൻ്റെ അസുഖം ഭേദമായെന്ന് പറഞ്ഞവർ തിരിച്ചു കൊണ്ടുവന്നു എന്ന് പറയുന്നത്. 2 വർഷമായി കുഞ്ഞുണ്ടായിട്ട്. എന്നിട്ട് എന്താ ഇതിനു മുമ്പ് ഒന്ന് സാക്ഷ്യം പറയാൻ വൈകിപ്പോയെന്ന്? ഇല്ല, ഞാൻ ഇവിടെ വരുമ്പോൾ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നാട്ടിലാകുമ്പോൾ ഇവിടെ ആയിരിക്കും. അത് വരാൻ പറ്റി. അങ്ങോട്ടും മാറി കളിക്കുമായിരുന്നു. കൈകൾ നീട്ടി കുടുംബത്തെ അനുഗ്രഹിക്കും. കർത്താവെ കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നു, മോളെ അനുഗ്രഹിക്കുന്നു. ഇതേ ഹോളിൽ വെച്ച് കർത്താവ് ചെയ്ത അത്ഭുതമാണല്ലോ കർത്താവെ. അങ്ങനെയെങ്കിൽ ഇന്ന് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നവർക്ക് ഇന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ കൈ ഉയർത്തി പിടിക്കും. ഇതേ ഹോളിൽ വെച്ച് അത്ഭുതങ്ങൾ നടക്കട്ടെ. അവരുടെ സാക്ഷ്യങ്ങൾ നാളുകൾ ഞങ്ങൾ കേൾക്കട്ടെ, ലോകം കേൾക്കട്ടെ. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമേ, ദൂരെയുള്ള ഒരു കുടുംബാംഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപക്ഷെ വിസയുടെയോ ജോലിയുടെയോ പ്രശ്നമായിരിക്കാം. കർത്താവെ, ഇപ്പോൾ ആ പ്രശ്നം ഏതാണെങ്കിലും അത് പരിഹരിക്കപ്പെടട്ടെ. കർത്താവെ, ദൈവികമായ വിടുതൽ ആ പ്രശ്നത്തിൻ്റെ മേൽ അങ്ങ് കൽപ്പിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബ ബന്ധം തകർന്നു പോകുന്നു, ശിഥിലമാകുന്നു എന്ന് കരുതുന്നു ഭയപ്പെടുന്ന ചില വ്യക്തികളുടെ കുടുംബജീവിതത്തിൽ കർത്താവെ, നീ അവരെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീട് വിട്ടിറങ്ങിപ്പോയ ചിലർ യേശുവിൻ്റെ നാമത്തിൽ അവർ മടങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചില രോഗികൾ ഈ സമയത്ത് സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പല തരത്തിലുള്ള അലർജികൾ ഈ സമയത്ത് മാറിപ്പോകട്ടെ. കർത്താവെ, ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നുള്ള അലർജി, ചില പദാർത്ഥങ്ങളോടുള്ള അലർജി ഈ സമയത്ത് അത് മാറിപ്പോകട്ടെ. ഡസ്റ്റ് അലർജി മാറിപ്പോകട്ടെ. കർത്താവ്, ഇങ്ങനെ പല തരത്തിലുള്ള അലർജികൾ ഈ സമയത്ത് കർത്താവ് സൗഖ്യമാക്കിയാണ്. ഏത് തരത്തിലുള്ള അലർജിയാണെങ്കിലും ഇപ്പോൾ വിശ്വസിക്കുക. കാരണം ഇതുപോലെ തന്നെ ബെഥെസ്ദ കുളക്കരയിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. കുളം കലങ്ങുന്ന സമയത്ത് ആര് ചാടിയാലും കുളത്തിലിറങ്ങിയാലും സൗഖ്യമാകുമായിരുന്നു. അതുപോലെ അവനെ ഇറക്കാൻ ആരുമില്ലായിരുന്നു. എന്നാൽ അവിടെ യേശു കർത്താവ് അവൻ്റെ അടുക്കൽ വന്ന് അവനെ തൊട്ട് സുഖപ്പെടുത്തിയതുപോലെ ഇപ്പോൾ കർത്താവ് ഏത് രോഗമുള്ള വ്യക്തിയാണ്, പ്രത്യേകിച്ച് അലർജി രോഗമുള്ള വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് അത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ,
താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ചില വയറിനകത്ത് ചില പ്രശ്നങ്ങൾ, സ്റ്റമക്ക് പ്രോബ്ലം അനുഭവിക്കുന്ന ചില വ്യക്തികൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. ഏത് തരം ഉദര സംബന്ധമായ അസുഖങ്ങൾ ഈ സമയത്ത് സൗഖ്യമാവുകയാണ്. താങ്ക് യു ലോർഡ്. യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള ഗർഭപാത്ര സംബന്ധമായ ചില അസുഖങ്ങൾ കൂടെ ഈ സമയത്ത് സൗഖ്യമാവുകയാണ്. കർത്താവെ, അങ്ങ് വിടുവിച്ചതിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു കർത്താവെ. ചില ഓപ്പറേഷനുകൾ ഫിക്സ് ചെയ്തിരിക്കുന്നു കർത്താവെ, അത് മാറിപ്പോകട്ടെ കർത്താവെ. ആ വിധത്തിലുള്ള സൗഖ്യം ഇപ്പോൾ തന്നെ ആ വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഏത് രോഗമാണെങ്കിലും ഇപ്പോൾ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടാമോ കർത്താവെ? ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ രോഗങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ കർത്താവെ. വിടുതലുകൾ സംഭവിക്കട്ടെ. ദൈവിക സൗഖ്യവും വിടുതലും ഈ സമയത്ത് അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് മലപ്പുറത്താണ്. നാളെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് സുൽത്താൻ ബത്തേരിയിലാണ്. കടന്നു വരുവാനായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ കേരളത്തിൽ മിക്കവാറുമുള്ള എല്ലാ പട്ടണങ്ങളിൽ തന്നെ ബ്ലെസ്സിങ് സെൻറ്ററിൻ്റെ ഓരോ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഞായറാഴ്ചകളിൽ രാവിലെ 9:30 മണി മുതൽ 12 മണി വരെ, 12:30 മണി വരെയൊക്കെ ആ ഓരോ ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ ആരാധന നടക്കുന്നുണ്ട്. നിങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ആ ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ വന്ന് സംബന്ധിക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ തന്നെ കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ നിങ്ങൾക്ക് വരാനായി സാധിക്കും. നേരിട്ട് ഞങ്ങളെ വന്ന് കാണുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ വരുവാനായിട്ട് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിലെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക.